ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന കമ്മ്യൂണിറ്റി ഗെയിമിങ്ങിൻ്റെ സമ്മർ ക്വസ്റ്റ് പ്രോഗ്രാമാണ്. ഇതിലൂടെ നിങ്ങൾക്ക് പോയിന്റ്സ് ഏൺ ചെയ്യാനും അതിലൂടെ ഇവരുടെ എയർ ഡ്രോപ്പ് ഏൺ ചെയ്യാനും നമുക്ക് സാധിക്കും. ഇതൊരു ടെലഗ്രാം ബോട്ടോ കാര്യങ്ങളൊന്നുമല്ല, വെബ്സൈറ്റാണ്. ഞാൻ ഓൾറെഡി ഒരു 2-3 ദിവസം മുന്നേ തന്നെ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വീഡിയോസ് ഇടാൻ കുറച്ച് ബിസി ആയതുകൊണ്ട് ലേറ്റ് ആയി പോയതാണ്. അതുകൊണ്ട് തന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ആരും മറക്കേണ്ട. എല്ലാ ന്യൂസും നമ്മൾ ആദ്യം അവിടെയാണ് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ഗെയിമിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എന്താണ് കമ്മ്യൂണിറ്റി ഗെയിമിംഗ് എന്ന് ആദ്യം നോക്കാം. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ഗെയിമിങ്ങിൻ്റെ വെബ്സൈറ്റിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് ആക്സസ് ചെയ്യാം. PC ഉള്ളവർക്ക് PC നിന്ന് ചെയ്യാം, എല്ലാത്തിനും ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി PC ഇല്ല എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കേണ്ട, ഞാൻ കുറച്ച് വലുതാക്കി കാണിക്കാൻ മാത്രമാണ് PC യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് കമ്മ്യൂണിറ്റി ഗെയിമിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗെയിമിങ്ങിൻ്റെ പ്ലാറ്റ്ഫോമാണ്. ഗെയിമിംഗ് ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഹോസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ BGMIൻ്റെ ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ BGMIൽ ഇപ്പോൾ ബോണസ് ചാലഞ്ച് വരാറുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് കുറേ ഗെയിംസിൻ്റെ ടൂർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളുടെ കമ്മ്യൂണിറ്റി ഗെയിമിംഗ്. ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ, അതുപോലെ തന്നെ ലീഗ് ഓഫ് ലെജൻസ്, ഇതുപോലുള്ള ഗെയിമുകളുടെ എല്ലാം ഇവൻറ്റ്സും കാര്യങ്ങളും, അതായത് ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ ഹോസ്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റാണ് കമ്മ്യൂണിറ്റി ഗെയിമിംഗ്. അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താ? ഇവരുടെ ഇൻവെസ്റ്റേഴ്സ് അത് നോക്കിക്കഴിഞ്ഞാൽ, ഇവരുടെ പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവരുടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അനിമോക്ക ബ്രാൻഡ്സ് ഇവിടെ കാണുന്നുണ്ട്, സോഫ്റ്റ് ബാങ്ക് കാണുന്നുണ്ട്, ബൈനാൻസ് ലാബ് കാണാം, ബിറ്റ്ക്രാഫ്റ്റ് കാണാം. പ്രത്യേകിച്ച് ബൈനാൻസ് ലാബ്, ബൈനാൻസിനെ പറ്റി കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും വലിയ കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മളുടെ കമ്മ്യൂണിറ്റി ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി ഇവരുടെ പാർട്ട്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി താഴത്തേക്ക് വന്നവരുടെ പാർട്ട്നേഴ്സിനെ കാണാൻ പറ്റും. പോളിഗൺ, അതുപോലെ തന്നെ സ്കൈമാത്ത്, Gate.io, ഇതുപോലുള്ള വേൾഡ് ജെയിൻ, ഹൈപ്പർ-എക്സ്. ഗെയിമേഴ്സ് ആരും ഹൈപ്പർ-എക്സ് എന്നുള്ള പേര് കേൾക്കാത്തവരുണ്ടാവില്ല. എല്ലാവരുടെയും ഹെഡ്ഫോൺസ് അധികം പേര് യൂസ് ചെയ്യുന്നത് ഹൈപ്പർ-എക്സ് ആയിരിക്കും. ഹൈപ്പർ-എക്സ്, അതുപോലെ തന്നെ Coinbase, ഇവരെല്ലാം തന്നെ ഇവരുടെ പാർട്ട്നേഴ്സാണ്. ഓക്കെ, അപ്പോൾ എത്രത്തോളം വലിയ പ്രൊജക്റ്റാണെന്ന് നോക്കുക. ഒരു ടെലഗ്രാം ബോട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്ന കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഇത് നടക്കുന്നത് ഇവരുടെ തന്നെ വെബ്സൈറ്റിലാണ്. ടെലഗ്രാം ബോട്ടും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ടെലഗ്രാം ബോട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവരുടെ യൂസേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. ഒരു 1.5 ലക്ഷം തൊട്ട് 2 ലക്ഷം വരെ അതിനുള്ളിലാണ്. അല്ലാതെ 200 മില്യൺ 300 മില്യൺ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ 0.1 മില്യൺ മാത്രമാണ് ഇവരുടെ യൂസേഴ്സ് എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് വലുതായിരിക്കും. ഇവരുടെ ഫണ്ടിങ് നോക്കിയാലാണ് നമുക്ക് എത്ര കൂടുതൽ എമൗണ്ടാണ് കിട്ടാൻ പോകുന്നത് മനസ്സിലാവുക. കമ്മ്യൂണിറ്റി ഗെയിമിങ്ങിൻ്റെ കമ്പനി പ്രൊഫൈൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ടോട്ടൽ ഫണ്ടിങ് കിട്ടിയിരിക്കുന്നത് പറഞ്ഞാൽ $18 മില്യൺ. ഓക്കെ, നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് എയർ ഡ്രോപ്പ് കിട്ടിയ പിക്സൽവേഴ്സ് അവരുടെ ഫസ്റ്റ് റൗണ്ട് എയർ ഡ്രോപ്പ് നടത്താൻ യൂസ് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ $15 മില്യൺ മാത്രമാണ്. അവരെക്കാൾ കൂടുതലാണ് ഈ ഒരു $18 മില്യൺ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഗെയിമിങ്ങിൻ്റെ ഫണ്ടിങ്. അതുപോലെ തന്നെ ഗെയിമിംഗ് നറേറ്റീവാണ്. പിക്സൽവേഴ്സും ഗെയിമിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ കമ്മ്യൂണിറ്റി ഗെയിമിങ്ങും ഗെയിമിംഗ് നറേറ്റീവിലുള്ള പ്രൊഡക്റ്റാണ്, ഗെയിമിംഗ് കാറ്റഗറിയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ബുൾറണിൽ എത്രത്തോളം ഗെയിമിങ്ങിൻ്റെ നറേറ്റീവിൻ്റെ ട്രെൻഡ് വരും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് നറേറ്റീവിലുള്ള മിക്കവാറും എല്ലാ പ്രൊജക്ട്സും നല്ലൊരു ബുള്ളിഷ് റണ്ണാണ് അടുത്തൊരു ബുൾ മാർക്കറ്റിൽ കാണിക്കാൻ പോകുന്നത് എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ടോക്കൺ ഈ ഒരു വരുന്ന ബുൾ റണ്ണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലോഞ്ച് ആവുകയാണെങ്കിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ഏണിങ്സ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ആരും ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാതിരിക്കാം. ഓക്കെ, ഇനി എങ്ങനെ ഇവരുടെ എയർ ഡ്രോപ്പിൽ പങ്കെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ക്വസ്റ്റ്, അതായത് ഇവരുടെ ടാസ്കുകൾ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് പേജ് ഉണ്ട്. ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നേരെ സൈനപ്പ് പേജിലേക്കാണ് വരിക. സൈനപ്പിൽ നമ്മളുടെ ഒരു ഇമെയിൽ ID കൊടുക്കണം. ഏതെങ്കിലും ഒരു നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഇമെയിൽ ID കൊടുക്കുക. അതിലൊക്കെ ഒരു OTP വരും, അത് കൊടുക്കുക, ലോഗിൻ ചെയ്യുക, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ഗെയിംസിൻ്റെയും ബാനേഴ്സ് നമുക്ക് പുറകിൽ കാണാം. PUBG മൊബൈൽ, FIFA, ഫ്രീ ഫയർ, ഇവിടെ കോൾ ഓഫ് ഡ്യൂട്ടി കാണാം, അതുപോലെ Dota 2 കാണാം, വാലറന്റ് കാണാം, അപ്പെക്സ് കാണാം. അതുപോലെ നമ്മൾ കളിക്കുന്ന എല്ലാ ഗെയിംസിൻ്റെ ടൂർണമെൻറ്റ്സ് നടക്കുന്ന വെബ്സൈറ്റാണ്. അപ്പോൾ എത്രത്തോളം യൂസ് കേസ് ഉണ്ടെന്ന് നോക്കുക. ഒരു പ്രൊജക്റ്റിന് എത്രത്തോളം യൂസ് കേസ് ഉണ്ടോ അതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ കൂടും. അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന എയർ ഡ്രോപ്പിൻ്റെ വാല്യൂ കൂടും. അപ്പോൾ ഇത് മിസ്സാക്കാതിരിക്കുക. ടെലഗ്രാം ബോട്ട് മാത്രം മതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇരിക്കരുത്. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരിക. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മേലെ തന്നെ ക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവരുടെ ടാസ്കുകളും അതുപോലെ തന്നെ നമുക്ക് ഇവരുടെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന പേജിലേക്കാണ് വരിക. ഇവരുടെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി, അല്ലാതെ എക്സ്ട്രാ ടാസ്കുകളോ ഡെയിലി കോംബോയോ ഒന്നുമില്ല. സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം വരിക, നിങ്ങൾക്ക് ഇവിടെ സ്പിന്നിങ് വീൽ കാണാൻ പറ്റും. ഇത് സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി കുറച്ച് സ്പിന്നുകൾ വെച്ച് കിട്ടും. ആ സ്പിന്നുകൾ ഡെയിലി കയറുക, സ്പിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു റാൻഡം കോയിൻ നമുക്ക് സ്പിന്നിങ് വീലിലൂടെ കിട്ടും. പോയിന്റ്സാണ് നമ്മളോട് ഏൺ ചെയ്യുക. എത്രത്തോളം പോയിന്റ്സ് ഉണ്ടോ അത്രത്തോളം നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 1000 പോയിന്റ്സ് കിട്ടി. അടുത്ത ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ലൂട്ട് ബോക്സ് ആണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ലൂട്ട് ബോക്സ് ഒന്നും കുറച്ച് പോയിന്റ്സ് വെച്ച് ഡെയിലി കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് തൊട്ട് താഴെ കാണാം ഡെയിലി ലോഗിൻ. ഞാനിവിടെ 1, 2, 3, 4 ദിവസം ചെയ്തിട്ടില്ല, 4 ചെയ്തു, 5 ചെയ്തു, ഇപ്പോൾ 7 ചെയ്തു. ഇന്നലെ ഞാൻ ചെയ്തിട്ടില്ല, ഇന്നലെ ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാതിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡെയിലി കയറി ലോഗിൻ ചെയ്യുക. എല്ലാ വീക്കും ഇവിടെ ലോഗിൻ ക്യാമ്പയിൻ ഉണ്ടാവും. ഓരോ ദിവസം ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ദിവസം കാണാൻ പറ്റും 4000 പോയിന്റ് എനിക്ക് കിട്ടി. അങ്ങനെ ഓരോ ദിവസം കയറുമ്പോഴും പോയിന്റ്സ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ വരികയാണെങ്കിൽ മെയിനായിട്ടുള്ളത് കുറേ ടാസ്കുകളാണ്. എല്ലാം സിമ്പിളായിട്ടുള്ള ടാസ്കുകളാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് ആൻസർ കൊടുക്കുക, ക്വിസുകൾ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ സിമ്പിളായിട്ടുള്ള ടാസ്കുകളാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്നിനും ആൻസർ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും അതിന് ആൻസേഴ്സ് കിട്ടും. ഇനി ഞാൻ ചെയ്യുന്ന ക്വസ്റ്റ്യനുകളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ടെലഗ്രാമിൽ അതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. സിമ്പിളായിട്ടൊരു ടാസ്ക് ഞാൻ കാണിച്ചു തരാം. ഫോളോ ചെയ്യാനാണ് പറയുന്നത്. ഫോളോ എക്സ് എന്ന് പറഞ്ഞാൽ ട്വിറ്റർ ഫോളോ ചെയ്യാനാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ഫോളോ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ ഫോളോ എന്ന് പറയുന്ന ബട്ടൺ കാണാം. ഫോളോ ക്ലിക്ക് ചെയ്താൽ വീണ്ടും ട്വിറ്ററിലേക്ക് പോകും. ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നില്ല. ഫോളോ ചെയ്യാതെ തന്നെ ബാക്ക് കൊടുത്താലും ടാസ്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ,
ഞാനോട് ഫോളോ ചെയ്യുന്നില്ല, ഇത് ക്യാൻസൽ കൊടുത്തു. ഇവിടെ നമുക്ക് അവിടെ നേരെ ബാക്ക് വന്നപ്പോഴത്തേനും 2000 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. സിമ്പിളാണ്. അപ്പോൾ പോയിന്റ്സ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അങ്ങനെ ഓരോ ടാസ്കുകൾ സിമ്പിളായിട്ടുള്ള കുറേ ടാസ്കുകളാണ്. വലിയ റോക്കറ്റ് സയൻസും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ, ഡിസ്കോഡ് ലിങ്ക് ചെയ്യാൻ, അതുപോലെ സിമ്പിളാണ്. ഡിസ്കോഡൊക്കെ ലിങ്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ലിങ്ക് എന്ന് പറയുന്ന വട്ടം ക്ലിക്ക് ചെയ്യുക, ഡിസ്കോഡിൽ പോവുക, ഒന്ന് ആക്സസ് കൊടുക്കുക, കഴിഞ്ഞു. ഓക്കെ, ഓതറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഈസിയാണ്. അല്ലാതെ വലിയ റോക്കറ്റ് സയൻസോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാക്കാനില്ല. ചെറിയ ചെറിയ ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ഡിസ്കോഡ് ലിങ്ക് എന്ന് പറയുന്നുണ്ട്. അതിന്റെ പോയിന്റ്സ് നമുക്ക് നമ്മൾ താഴെ കയറിയിട്ടുണ്ടാവും. അവസാനം ലിസ്റ്റ് ആവുന്ന സമയത്ത് വന്നിട്ട് ഇനി ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. പിന്നീട് അതിനെപ്പറ്റി ചിന്തിക്കരുത്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല, അപ്പോൾ ജോയിൻ ചെയ്തോ, ഒരു പ്രശ്നമില്ല. ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇപ്പം എന്തിനാണ് ജോയിൻ ചെയ്യുന്നത്, ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് ലിസ്റ്റിംഗ് ആകുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തുടങ്ങുന്നവരെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് പോകും, നിങ്ങൾ മാത്രം പുറകിലായി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് ഈ ഒരു എയർ ഡ്രോപ്പ് എത്തിക്കുക. ആൻസർ കോമ്പാറ്റ് മാത്രം മൈൻഡ് ചെയ്യുന്നവർക്ക് സ്പെഷ്യലായിട്ട് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എയർ ഡ്രോപ്പ് കിട്ടുന്ന ഗെയിമുകളും ഉണ്ട് എന്നൊന്നും അവർക്ക് കാണിച്ചു കൊടുക്കുക. അല്ലാതെ ഇന്ന് നാളെ എന്ന് പറഞ്ഞ് മാറ്റി പോകുന്ന പ്രൊജക്റ്റിൽ നിന്നും ഇതുപോലുള്ള പ്രൊജക്റ്റിലേക്കും നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് അവരോട് പറയുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.